അപകടങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അപകടകാരിയാണ് ഈ ലഹരി ഉപയോഗം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും നമ്മുടെ മഹലിനെ ലഹരിമുക്ത മഹലാക്കാൻ കൈകോർത്ത് പിടിക്കണമെന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, സർവ്വയുഗത്തുകളുടെയും താക്കോലായ മദ്യം, ലഹരി ഉപയോഗം എന്നുള്ളതിനെ സമ്പൂർണ്ണമായി വർജിക്കണമെന്ന വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം നാം ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രാധാന്യമേറിയ സന്ദേശം നിങ്ങളിലേക്ക് സമർപ്പിച്ചു നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഈ പെരുന്നാളിൻ്റെ സന്തോഷ സുദിനത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. പന്നിത്തടം മഹല്ല് സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരെ കൂട്ടമായി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ചൊല്ലിത്തന്ന പ്രതിജ്ഞ നമ്മൾ ഏറ്റുചൊല്ലുകയും ഇനി നമ്മുടെ ഓരോ ബ്രാഞ്ചുകളിലും ഓരോ വീടുകളിലും ലഹരി എന്നുള്ള മാരക വിഷത്തിൽ നിന്ന്, വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശക്തമായ ബോധവൽക്കരണവും പ്രചാരണവും നമ്മൾ നടത്തേണ്ടതുണ്ട്. ലഹരിക്കടിമപ്പെട്ട ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ സന്നദ്ധ സംഘടനകളുടെയും നമ്മുടെ മഹല്ലിലെ എല്ലാ മതവിശ്വാസികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ഈ വിപത്തിനെതിരെ പോരാടണം. കാരണം ഈ സർവ്വവിനാശകാരിയായ ലഹരി ഉപയോഗമെന്നുള്ളത് കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, വ്യക്തിബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, മാതാപിതാക്കളുടെ ജീവിതത്തിലെ സ്വസ്ഥതകൾ ഇല്ലാതെയാവുകയാണ്, പരിസരവാസികൾക്ക് പോലും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഒരുപാട് അപകടങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അപകടകാരിയാണ് ഈ ലഹരി ഉപയോഗം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും നമ്മുടെ മഹല്ലിനെ ലഹരിമുക്ത മഹല്ലാക്കാൻ കൈകോർത്ത് പിടിക്കണമെന്ന് ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, സർവ്വയുപത്തുകളുടെയും താക്കോലായ മദ്യം, ലഹരി ഉപയോഗം എന്നുള്ളതിനെ സമ്പൂർണ്ണമായി വർജിക്കണമെന്ന വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്വാനം നാം ഓരോരുത്തരും ഉൾക്കൊള്ളണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രാധാന്യമേറിയ സന്ദേശം നിങ്ങളിലേക്ക് സമർപ്പിച്ച് നിർത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും ഇനി നടക്കാനിരിക്കുകയാണ്. മുകളിലെ കുട്ടികൾ ഒന്ന് നിശബ്ദരായിട്ടിരിക്കണം. പുറത്തുള്ള ആളുകളും അവിടെ തന്നെ ഇരിക്കണം. ഒരു 10 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഏറെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ലഹരിയുടെ പിടിയിൽ അമരുന്ന ഒരു തലമുറ വളർന്നു വരിക എന്നുള്ളത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ സഹോദരങ്ങളെ, കുറച്ചുകൂടി കയറിയിരുന്നാൽ പുറകിലുള്ള കുറച്ച് ആൾക്കാർ കൂടി ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ മാഇദയിലെ 91 വചനത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ജീവിതത്തിൽ വിജയം വേണമോ, സമാധാനം വേണമോ, സന്തോഷം വേണമോ, മദ്യപാനത്തിൽ നിന്ന്, ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോഴാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ഉത്ബോധനമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ലഹരി വിരുദ്ധ ലഘുലേഖ കമ്മിറ്റി ഭാരവാഹികൾ വിതരണം നടത്തും. ഒപ്പം തന്നെ നിങ്ങൾക്കൊരു പലഹാരത്തിന്റെ ബോക്സും ഇവിടെ നൽകും. വളരെ ജാഗ്രതയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അത് ഇവിടെ നിന്ന് നിങ്ങളത് പൊളിച്ചു നോക്കണം. പള്ളിയുടെ പുറത്തിറങ്ങിയിട്ട് പൊളിച്ചിട്ട് കഴിച്ചാൽ മതി. നീ ഇവിടെ നിങ്ങൾ അത് പൊളിച്ചു നോക്കി ഇവിടെ അതിന്റെ ഒരു തരി വീണാലും പള്ളി പ്രിയപ്പെട്ടവരെ ക്ലീനാക്കാൻ പിന്നെ പ്രയാസപ്പെടും. അതുകൊണ്ട്
നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് ആത്മാർത്ഥമായി അറിയിക്കുന്നു. എല്ലാവരും കേട്ടല്ലേ? ഒരു ഇൻഷാഅല്ലാഹ് പറഞ്ഞേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അല്പനേരം ലഹരിയെ കുറിച്ചൊന്ന് പറഞ്ഞ് നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ഞങ്ങൾ പ്രതിജ്ഞ ചൊല്ലിത്തരും. അത് കഴിഞ്ഞ് നമുക്ക് മുക്കരിക്ക് നേരത്തെ ഫാത്തിഹ വിളിച്ചിരുന്നു. ആ ഫാത്തിഹ ഒന്നുകൂടി വിളിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് യാസീനോട് പെട്ടെന്ന് ദുആ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ. ശരിക്കും ശ്രദ്ധിക്കണേ, തീർച്ചയായും മദ്യപാനം, അത് മദ്യം എന്നുള്ളത് മറ്റു പല പേരുകളിലും പിൽക്കാലത്ത് വിളിക്കപ്പെടുമെന്നും MDMA എന്ന പേരിലോ മറ്റ് ഏത് പേരിലാണെങ്കിലും മനുഷ്യനെ നശിപ്പിക്കുന്ന, അവന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന സർവവിനാശകാരിയായ ലഹരി ഉപയോഗങ്ങൾ, ആ ലഹരി ഉപയോഗങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാൽ, അതുപോലെ തന്നെ ചൂതാട്ടവും പ്രതിഷ്ഠ വെക്കലും അപ്രകാരം തന്നെ ഭാഗ്യം ദർശിക്കുവാനുള്ള അസ്ത്രങ്ങളും മറ്റുമൊക്കെ, അതൊക്കെ മിൻ അമലി ശൈത്താൻ, റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ മാലിന്യ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ഫജ്തനിബൂഹു, ആ ലഹരി ഉപയോഗത്തെ പാടെ നിങ്ങൾ ഉപേക്ഷിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി. നിങ്ങൾക്ക് വിജയം വേണമോ? ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറി നിൽക്കണം. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി. നിങ്ങൾ ലഹരി മരുന്നുകളെ പറ്റേ നിങ്ങൾ വർജിക്കണം, അത് സർവ്വ തിന്മകളുടെയും താക്കോലാണ്. ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ ലഘുലേഖ, ഇത് നിങ്ങൾ വെറുതെ വാങ്ങി പുറത്ത് വലിച്ചെറിയാനുള്ളതല്ല. നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥതയുള്ള കുടുംബനാഥനാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളാണെങ്കിൽ, ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലുള്ള ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് ഒരാൾ വായിക്കുകയും മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥത കാണിച്ചാൽ ഒരുപക്ഷെ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തലമുറയെ ഈ സർവ്വവിനാശകാരിയായ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ NCRB-യുടെ കണക്ക് പ്രകാരം ഇതിൽ എഴുതിയിട്ടുണ്ട്, 60% കുടുംബ വഴക്കുകൾ നടക്കുന്നത് ലഹരി ഉപയോഗം കാരണമാണ്. 80% വിവാഹമോചനത്തിന് കാരണവും ലഹരി ഉപയോഗമാണ്. 84% കൊലപാതകങ്ങൾക്ക് കാരണം ലഹരി ഉപയോഗമാണ്. 65% മോഷണങ്ങൾക്ക് കാരണം ലഹരി ഉപയോഗമാണ്. 60% ബലാത്സംഗങ്ങൾക്ക് പിന്നിലും ലഹരി ഉപയോഗമാണ്. 40% റോഡപകടങ്ങൾ ഉണ്ടാകാൻ കാരണവും ലഹരി ഉപയോഗമാണ്. ഇതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ ഉത്ബോധിപ്പിച്ചത്, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി. ഈ മനുഷ്യൻ അപകടപ്പെടുത്തുന്ന ലഹരി, അതിൽ നിന്ന് പരിപൂർണമായി നിങ്ങൾ ഒഴിവാകണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. അത് സർവ്വ തിന്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നമ്മുടെ പരിസരം തന്നെ, നമ്മുടെ പ്രകൃതി തന്നെ ശാപങ്ങൾക്കിരയാകും. അതുകൊണ്ട് പന്നിത്ര മഹല്ല് കൂട്ടമായി ഒരു ജനകീയമായ പ്രതിജ്ഞ എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹല്ലിൽ ലഹരിക്കടിമപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാൻ, അവർക്ക് വേണ്ടുന്ന ചികിത്സ നടത്താൻ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നടത്താൻ, അതുപോലെ തന്നെ വ്യാപകമായ ലഹരി വിരുദ്ധ പ്രചരണവും ഉത്ബോധനവും നടത്താൻ അതിന് സന്നദ്ധ സംഘടനകളെയും ഈ മഹല്ലിലെ മറ്റു മതവിശ്വാസികളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മുടെ ഈ പള്ളിത്തറ മഹല്ല് ലഹരി മുക്ത മഹല്ലാക്കി മാറ്റാൻ നിങ്ങളൊക്കെ കൈകോർത്ത് പിടിക്കണമെന്ന് ആത്മാർത്ഥമായി അറിയിക്കുന്നു. അങ്ങനെയില്ല എങ്കിൽ വരും ഭാവിയിൽ നമ്മുടെ മക്കൾ നമ്മുടെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കുന്ന, അപ്രകാരം തന്നെ നമുക്ക് വീട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഒരിക്കലും 10 മാസം ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ട് പ്രസവിച്ച ഒരു ഉമ്മാക്ക് സ്വന്തം മക്കളിൽ നിന്ന് ഈ ദുരനുഭവം ഉണ്ടാകരുത്. വളരെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പിതാവിന് ഈ അപകടകരമായ അനുഭവങ്ങൾ ഉണ്ടാകരുത്. മറിച്ച് കൺകുളിർമയുടെ സന്താനങ്ങളും തലമുറയുമാകണം. അതിനാണ് പന്നിത്തറ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാന പ്രകാരം ഈ മഹല്ലിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈ ബോക്സ് കിട്ടിയില്ലേ? അത് പെട്ടെന്ന് തീരുമാനം. ഇനി ബോക്സ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ലഘുലേഖ കിട്ടാത്തവരുണ്ടാവും. പെട്ടെന്ന് ബോക്സ് ഒന്നും കൈമാറി പെട്ടെന്ന് കഴിയും. കഴിഞ്ഞാലൊന്ന് പെട്ടെന്ന് അറിയാം. പെരുന്നാൾ
പോലും പാഴാക്കി കളയുന്നത് പ്രയാസകരമായി. ഒരു 3 സ്വലാത്ത് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, നിങ്ങൾക്ക് നൽകുന്ന ബോക്സോടുകൂടി അവസാനിക്കുന്നത് ഞാൻ ഈ പുറത്ത് നല്ല മധുരപാനീയുണ്ട്, ചായയും പലഹാരവും ഉണ്ട്. അതൊക്കെ കഴിക്കണം. ഇരുന്നിട്ട് തന്നെ പരമാവധി കഴിക്കാൻ നോക്കുക. ബിസ്മില്ലാഹി വലത് കൈയേറ്റ് റസൂലുള്ളാഹിയുടെ സുന്നത്തൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞെങ്കിൽ എല്ലാവരും എണീറ്റ് നിന്ന് കഴിയുന്ന രീതിയിൽ സിൽക്ക് 2 വാക്ക് പറയും. അതിനുശേഷം എണീറ്റ് നിന്ന് കൈ മുന്നിലേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വിളിക്കണ്ട. നല്ല ക്രൗഡായതുകൊണ്ട് പിന്നെ മറ്റവരെ ഇടിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ചെല്ല് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഇത് ഫലിക്കണം. എണീറ്റ് നിൽക്കാനായിട്ടില്ല. എനിക്ക് ഒരു പെരുന്നാൾ ആശംസ പറയും. അതിനുശേഷം ബഹുമാന്യരായ മഹല്ല് നിവാസികൾ, കഴിഞ്ഞ ഈ വർഷത്തെ നമ്മുടെ റമദാൻ ഒരു പ്രയാസവും കൂടാതെ പൂർത്തീകരിക്കാൻ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 29 ദിവസമായി നമ്മുടെ മഹല്ലിൽ റമദാനുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന വിവിധ പരിപാടികൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ മഹല്ല് നിവാസികളുടെ കൂട്ടായ്മയും അവരുടെ ആത്മാർത്ഥതയും സഹകരണത്തോടും കൂടി സാധിച്ചു എന്നതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് മഹല്ലിന്റെ ബ്രാഞ്ചുകൾ, അതുപോലെ തന്നെ മഹല്ലിന്റെ ഉസ്താദന്മാർ, നമ്മുടെ ഹദീബ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ദീനീ ദേവ പ്രവർത്തനങ്ങളൊക്കെ വളരെ അധികം പിന്തുണയോടുകൂടി തന്നെ നമ്മുടെ മഹല്ലിൽ ഒരു ദീനി വെളിച്ചം നൽകാൻ സാധിച്ചു എന്നതിൽ ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റിക്കുള്ള സന്തോഷം ഇതോടൊപ്പം അറിയിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മഹല്ല് രൂപീകരിച്ച കാലം മുതൽ ഇതിന്റെ നമ്മുടെ നാട്ടിലെ കാവലന്മാരായ കൊച്ചുപോയങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പിന്തുണപ്പെട്ട അസിതങ്ങളടക്കമുള്ള കുഞ്ഞിത്തങ്ങൾ, അതുപോലെ തന്നെ മുൻകാല ഈ മഹല്ലിന്റെ രൂപീകരണത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് മഹല്ലിന് വേണ്ടി സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ CK മുസ്തഫ തങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിട്ടുള്ള ആലി മാസ്റ്റർ, ബർമ കുഞ്ഞുമോൻ സാഹിബ്, അതുപോലെ വിദേശത്ത് നിന്ന് അന്നത്തെ കാരണവന്മാരായ വിദേശത്തുള്ള ഒരുപാട് ആളുകളുടെ ഇരിപ്പുണ്ട്. അബുദാബി, ദുബായ്, മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ആളുകൾ, അവരുടെയൊക്കെ അഭിവാജ്യമൊക്കെ പേരെടുത്ത് പറയുന്ന അടക്കമുള്ള ആളുകൾ, അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ ഈ മഹല്ലിൽ ഇത്രയും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ അന്നത്തെ ആളുകൾക്ക് സാധിച്ചത്. അതിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരുടെയൊക്കെ കബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ വാർദ്ധക്യം അസുഖങ്ങളൊക്കെ ആയി വളരെ പ്രയാസത്തിലേപ്പെട്ട് ഈ റമദാനിൽ ഒരുപാട് വീടുകളിലൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ രോഗികളെ സന്ദർശിക്കുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ട് നമുക്ക് തന്നെ വലിയ ബുദ്ധിമുട്ട്. കാരണം അവർക്ക് ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയ ആളുകളാണ്. അവരെ നിസ്സഹായം കൊണ്ട് കാണുമ്പോൾ കരച്ചിലും കണ്ണീരുമായി നമ്മളെ വരവേൽക്കുന്ന ഒരു കാഴ്ച വളരെ ഒരു നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വിഷമമാണ്.
അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മഹല്ല് കമ്മിറ്റിയുമായി കമ്മിറ്റി ഭാരവാഹികളൊക്കെ വളരെ സജീവമായി ഇന്ന് നമ്മുടെ മഹല്ലിൽ വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവിടുത്തെ സയ്യിദന്മാരും ഉസ്താദന്മാരൊക്കെ വളരെ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ ഒരു മഹല്ല് എന്നുള്ള നിലയ്ക്ക് നമുക്കതിലേക്ക് വളരെ അഭിമാനമുണ്ട്. അതിനെല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ പരിധി ഉസ്താദ് PIK മൗലവി അങ്ങനെയുള്ള കുറേ ആളുകൾ പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകൾ പേര് പറയുന്നുണ്ട്. എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓക്കെയാണ്. അതുപോലെ നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പ്രവാസി സഹോദരന്മാർ മുൻകാല പ്രവർത്തകർ അവരൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടാണ് നമ്മുടെ മഹല്ല് ഇന്ന് ഈ രൂപത്തിലായിട്ടുള്ളവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ് അവരോടും. അതുപോലെ മഹലിന്റെ ജീവനക്കാർ, ഉസ്താദുമാർ, ബ്രാഞ്ച് കമ്മിറ്റികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വനിതാ കൂട്ടായ്മ, അങ്ങനെ എല്ലാവരോടും നമ്മുടെ മഹല്ല് കമ്മിറ്റിയുള്ള കമ്മിറ്റിയുടെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ചെറിയ പെരുന്നാളിന്റെ എല്ലാ ആശംസകളും നേരുകയാണ്. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച മഹല്ലിലെ ലഹരി മുക്ത ഒരു അവയർനെസ് ആണ്, അതായത് ബോധവൽക്കരണമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മഹല്ലിലെ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും ഇത്തരം അപകടങ്ങളിൽ പോയി പെടാതിരിക്കാനും നമ്മുടെ മഹലിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ ജീവിതം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സമാധാനമുള്ള ജീവിതം അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് അവരിൽ ഒരു ബോധവൽക്കരണം വേണം. അതിന് ഉസ്താദിന്റെ ഈ ആമുഖം നിങ്ങളെല്ലാവരും കേട്ട് കാണും. ലഘുലേഖനം കൊടുത്തയച്ചിട്ടുണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരുമായി ഇതുമായി ബന്ധപ്പെടുക, ബ്രാഞ്ചുകളൊക്കെ ബന്ധപ്പെടുക, കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉറവിടങ്ങളുടെ ഒന്ന് കണ്ടുപിടിച്ച് അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. അതിന് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരിക്കുന്നത് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒരു പ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. ഉസ്താദ് തയ്യാറാക്കിയ ഒരു പ്രതിജ്ഞയാണ്. അത് ഞാൻ പറയുന്നത് എല്ലാവരും ഏറ്റു ചെല്ലണം ആത്മാർത്ഥതയോടുകൂടി. എല്ലാവരും ഒന്ന് നീട്ടുന്നുണ്ട്. ആ പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറി ഒന്ന് കൈ ഇങ്ങനെ പിടിച്ച് എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചിട്ട് മഹല്ല് പ്രസിഡന്റ് ചൊല്ലി തരുന്ന ഈ പ്രതിജ്ഞ ചൊല്ലി പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കയറി. റെഡിയല്ലേ? ഇനി പുറത്തുനാലിൽ കയറാണ്ടോ? റെഡിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരായിരം പെരുന്നാൾ ആശംസകൾ നേരുന്നു. പ്രതിജ്ഞ. ലഹരി സർവ്വ തിന്മകളുടെയും താക്കോലാണ്. നൈമിഷികമായ ആസ്വാദനത്തിനു വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ വിപത്താണ് ലഹരി എന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു. അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത സമൂഹം ഒരിക്കലും തയ്യാറല്ല. ലഹരിയുടെ ഭീകരവലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലുകളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ പ്രാദേശിക നേതൃത്വങ്ങൾ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും നാം സഹകരിച്ച് ലഹരിമുക്തമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുക
നടത്തുകയും ലഹരിയിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും. ലഹരിയെ നമ്മുടെ പന്നിത്തട മഹലിൽ നിന്ന് സമ്പൂർണമായി ഇല്ലായ്മ ചെയ്യാനും ലഹരി ഉപയോഗം വഴി തിന്മയിലേക്ക് കാൽ വഴുതി വീഴുന്നവരെ ഈ സാമൂഹ്യ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വലിയ പരിശ്രമത്തിൽ പങ്കാളികളാകുമെന്നും വിശുദ്ധ റമദാൻ മാസം നമുക്ക് നൽകിയ ആത്മീയ വിശുദ്ധി അതിനായി ഉപയോഗപ്പെടുത്തുമെന്നും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. الفاتحة. الحمد لله رب العالمين. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد أضلوا على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون. وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. وكتب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم مرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم وله وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أتخذ من دونه آلهة يؤذن الرحمن بذل لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون. بما غفر لي ربي وجعلني من المكرمين. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. إن كانت إلا صيحة واحدة فإذا هم خامدون. يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. وإن كل لما جميع لدينا محضرون. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا ومنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفتحنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل المسلم والنهار فإذا هم يظلمون. والشمس تجري لمستقر لها ذلك التقدير اللطيف العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكلهم في فلك يسبحون. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما
صيحة واحدة تأخذهم وهم ينتصرون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا ما هم لدينا مقربون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إنا أصحاب الجنة اليوم في شغل فاكهون هم وأزواجكم في ذلك الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لتمسنا على أعينهم فاستبقوا الصراط عنا يبصرون ولو نشاء لمسناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه بالخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويهلك القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعام فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع مشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا هم يسرون ما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضربنا مثلا سيئا وهو من يهدي إلى وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരു കാര്യം വീട്ടിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മഹലിൽ താമസിച്ചിരുന്ന ഗഡി മുഹമ്മദ് എന്ന എല്ലാവരോടും പറഞ്ഞ് പെട്ടെന്ന് അറിയണമെങ്കിൽ കുഞ്ഞിപ്പുക്ക എന്ന് പറയും. ഈശ്വർ കുഞ്ഞിപ്പുക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മരണപ്പെട്ടു പോയി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ മക്കൾ മഹലിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യുന്നത്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ പുറകിലുള്ള കെട്ടിടത്തിൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യം അദ്ദേഹം നമ്മുടെ മഹലിലും പരിസര മഹലുകളൊക്കെ പോയി മയ്യത്ത് പരിപാലനത്തിന് നേതൃത്വം കൊടുത്തിട്ടാണ് കുഞ്ഞിപ്പുക്ക. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സെക്രട്ടറിയുടെ ജ്യേഷ്ഠൻ ആണ്. എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇങ്ങനൊരു ആശയം മഹല്ല് കമ്മിറ്റിയുമായി പങ്കുവെച്ച് അവരത് വലിയൊരു പൈസ ചിലവാക്കിയിട്ടാണ് അതിന് സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ സൗകര്യമില്ലാത്ത ആളുകൾ നമ്മുടെ മഹലിലും പുറമേ നിന്ന് വരുന്നവരും ആശുപത്രി, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവിടെയുള്ള അപകട മരണങ്ങളും അല്ലെങ്കിൽ സാധാരണ മരണങ്ങളൊക്കെ പല ആളുകൾ സംഭവിക്കുമ്പോൾ
കുളിപ്പിക്കാനുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാഹ് പെരുന്നാളിന് ശേഷം അത് തുറക്കണം. നിങ്ങൾക്ക് കബർസ്ഥാനിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ നല്ല പൈസ ചിലവാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രത്യേകം ദുആ ചെയ്യാനായിട്ട് ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിവരം നിങ്ങളെ ജനങ്ങളെ അറിയിക്കുകയാണ്. അത് അവരെന്ത് ഉദ്ദേശം വെച്ചാണോ അവരത് ചെയ്തു തരുന്നത്, അവർക്കൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അത് ചെയ്യുന്ന മക്കൾക്ക് അവരുടെ എല്ലാ കച്ചവടത്തിന് ജോലികൾക്ക് അഭിവൃദ്ധി കൊടുക്കട്ടെ. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ മഹലിന് വേണ്ടി സൽക്രമങ്ങൾ ചെയ്യാനും സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്കത് തുടർന്ന് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അത് പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തിയാൽ നന്നായിരിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ബ്രാഞ്ചുകളിലും പല സ്ഥലങ്ങളിലും വീടുകളിൽ സൗകര്യം ഇല്ലാത്തവരുണ്ട്. ഉള്ളവർക്കും അത് വന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവിടെ ഏകദേശം 60ഓളം പേര് വരുന്ന ഒരു വലിയൊരു വനിതാ കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുത്ത് അവർക്ക് അതിന് എല്ലാ സൗകര്യങ്ങളും അതിനെപ്പറ്റി അറിയുന്ന ഒരു വിഭാഗത്തിൽ നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ആ സമയം കൊണ്ട് തന്നെ അവിടെ എത്തും. ഇനി നമുക്കത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് ചെറിയ റോമിനി പോലത്തെ ഒരു വണ്ടിയാണ്. അത് ഇൻഷാല്ലാഹ് ആരെങ്കിലും സൗകര്യം ചെയ്തു തരും. അപ്പോൾ മരണം നടന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിപ്പോൾ മയ്യത്തിലൂടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് എല്ലാവരും ദുആ ചെയ്യാം. നമുക്ക് ബഹുമാനികൾ, ഈ പെരുന്നാളിന്റെ ദിനത്തിൽ എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അവശരാത്വരെയും നമുക്ക് ഓർത്ത് അമീൻ പറയാൻ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أرسل مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أهل الخير كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم أعل درجاتهم في الجنة. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وأد ديوننا واقض هوائجنا واشف أمراضنا ودفع بلياتنا يا رب العالمين. اللهم وإلى حضرات أرواح من ماتوا منا كلهم أجمعين، خصوصا منهم إلى حضرات من دفنوا حول هذا المسجد. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان، ولا تجعل قبورنا وقبورهم حفرة من حفر النيران. اللهم اجمع بيننا وبينهم في دار جناتك النعيم. اللهم بلغ منا إلى روحهم وقبرهم تحية وسلاما. اللهم اجعل آخر كلامنا قول لا إله إلا الله. عند الموت توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رحمنا يا خالقا يا رازقا يا مالكا يا الله. പാവങ്ങളായ അടിയാറുകൾ ഒരു മാസത്തെ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നീ അനുവദിച്ച പെരുന്നാൾ സുദിനത്തിലും നിന്റെ പള്ളിയിൽ സൽക്കർമ്മങ്ങളിൽ മുഴുകി നിന്നിലേക്ക് ഞങ്ങൾ കരമുയർത്തുന്നു, സ്വീകരിക്കണമേ അല്ലാഹ്. ഈ സന്തോഷ സുദിനത്തിലും ഞങ്ങളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ഞങ്ങളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരും ഞങ്ങളെ പള്ളി ഖബർസ്ഥാനിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവേ വേദ ഖബർസ്ഥാനുകളിലുണ്ട്. അവരെ ഞങ്ങൾ ഓർക്കുന്നു അല്ലാഹ്. അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗ്ഗം നൽകണമേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഓർത്ത് ചായയും പലഹാരവും അതുപോലെ തന്നെ മറ്റു ചീരണിയും ഒക്കെ നൽകുന്നവരുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ മരണപ്പെട്ടവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണമേ അല്ലാഹ്. അവർക്ക് ഖബറിലും പെരുന്നാളിന്റെ സന്തോഷവും സംരക്ഷണവും സമാധാനവും നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലിൽ അവശത അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹ് അവരുടെ രോഗങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ നൽകണമേ അല്ലാഹ്. അല്ലാഹുവേ റമദാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാൻ. അല്ലാഹുവേ റമദാൻ
തൃപ്തിപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. ഇനിയും ഇതുപോലെ റമദാനിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ നീ തെരഞ്ഞെടുക്കണമേ റഹ്മാനെ. ഈ കഴിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമദാനല്ല അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ താഴത്തിലായി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, റമദാനിൽ ഞങ്ങൾ ചെയ്ത ദുആകളൊക്കെ സ്വീകരിക്കണമേ അല്ലാഹ്. നോമ്പെടുത്തതിനെ സ്വീകരിക്കണമേ അല്ലാഹ്. തറാവീഹുകൾ നിസ്കരിച്ചതിനെ സ്വീകരിക്കണമേ അല്ലാഹ്. ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയതിനെ സ്വീകരിക്കണമേ അല്ലാഹ്. തുടർ ജീവിതത്തിലും അതിന്റെ ഗൗരവം നിലനിർത്തി തരണമേ അല്ലാഹ്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചതാ, ഓരോ ദിവസവും നോമ്പ് തുറക്കാൻ കാര്യങ്ങൾ ഒരുക്കിയവരാ, അത് സജ്ജീകരിക്കാൻ ഒരുപാട് പണിപ്പെട്ടവരാ. അല്ലാഹുവേ, അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെ സദസ്സുകൾ സംഘടിപ്പിച്ചവരാ, അതിൽ ആത്മാർത്ഥമായി പങ്കെടുത്തവരാ. അല്ലാഹുവേ, തമ്പുരാനെ 27-ാം രാവിന്റെ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, പങ്കെടുത്തവർ, പരിശ്രമിച്ചവരാ. അതുപോലെ ഈ റമദാനിൽ ഒരുപാട് കാര്യങ്ങൾ, രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ കൂടെ വന്നവര് എല്ലാവർക്കും ഉന്നതമായ പ്രതിഫലം നൽകണമേ അല്ലാഹ്. ഈ പുണ്യത്തളം മഹല്ല് രൂപപ്പെടുത്താൻ ആരൊക്കെ കഷ്ടപ്പെട്ടോ പ്രസിഡന്റുകളുടെ പേര് വായിക്കുകയുണ്ടായി. അല്ലാഹുവേ, അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകിയാൽ അതിൽ നിന്ന് മരണപ്പെട്ടവർക്ക് ഈ ഖബറിലേക്ക് വലിയ വെളിച്ചമാക്കി നൽകണമേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാഹ്. പ്രത്യേകിച്ച് മനോഹരമായ ഈ പള്ളിയിൽ സന്തോഷത്തോടെ പെരുന്നാൾ ദിനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇത്രയും സൗകര്യമുള്ള പള്ളി നിർമ്മിക്കാൻ മുന്നിൽ നിന്നവരുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരന്മാരെല്ലാം മറന്ന് സഹകരിച്ചവരുണ്ട്. അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണമേ അല്ലാഹ്. നീ ഏറ്റെടുക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ മയ്യിത്ത് പരിപാലനത്തിന് സംവിധാനം ഒരുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന അല്ലാഹ്, കുടുംബത്തിലുള്ളവർക്ക് ഖൈർ നൽകി മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, അതുപോലെ ഇനിയും ഈ മഹല്ലിൽ ഓരോ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എല്ലാം നീ വിജയിപ്പിക്കണമേ അല്ലാഹ്. ഐക്യമുള്ള, ഐശ്വര്യമുള്ള, സമാധാനമുള്ള, സമൃദ്ധിയുള്ള, സന്തോഷമുള്ള നല്ല മഹല്ലാക്കണമേ അല്ലാഹ്. ഇന്ന് ലഹരിക്കെതിരെ നിങ്ങളിവിടെ പ്രതിജ്ഞ എടുത്തു. ഈ പ്രതിജ്ഞക്കനുസരിച്ച് ജീവിക്കാൻ, ഈ മഹല്ലിനെ ലഹരി മുക്തമാക്കാൻ, ലഹരി കഴിവപ്പെട്ടവർ അതിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ വഴികൾ നൽകി ഞങ്ങളെ കാക്കണമേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക് സ്വർഗം നൽകണമേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സാലിഹീങ്ങളാക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദുആകളിലും ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ ആളുകളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, വേണ്ടപ്പെട്ടവരെയും, നാട്ടുകാരെയും ഒക്കെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. ഇന്നിവിടെ പാനീയം നൽകുന്നവർ, വെള്ളം നൽകുന്നവർ, ചായ നൽകുന്നവർ, പലഹാരം നൽകുന്നവർ എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകണമേ റഹ്മാനെ. അല്ലാഹ്, ഞങ്ങളെ സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകണമേ റഹ്മാനെ. സന്തോഷത്തോടെ നിന്റെ തൃപ്തിയിൽ പെരുന്നാൾ കൊണ്ടാടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ അല്ലാഹ്. ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾക്ക് മോചനം നൽകണമേ റബ്ബേ. അവർക്ക് സമാധാനവും സ്വാതന്ത്ര്യവും വിജയവും നൽകണമേ അല്ലാഹ്. ലോകത്തിന് സമാധാനം നിലനിർത്തണമേ അല്ലാഹ്. മുസ്ലിം ലോകത്തിന്, മുസ്ലിം ഇന്ത്യക്ക്, മുസ്ലിം കേരളത്തിന് ഇസ്സത്ത് നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യവും ഐശ്വര്യവും നൽകി ശൈഥില്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ ദുആഇന് ഉത്തരം നൽകണമേ റഹ്മാനെ. ഈ ദുആയിൽ പങ്കെടുത്ത ആമീൻ പറയുന്ന ഒരാളെയും നിരാശപ്പെടുത്തരുത് റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.